ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിതാ നേരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട്ടേക്കൊരു യാത്ര പോവാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പോവാണ്. അപ്പോൾ ഞങ്ങളിതാ കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ കണ്ടു. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ ഇതാ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് കൊയിലാണ്ടിയുള്ള പാറപ്പള്ളി മഖാം. അപ്പോൾ ഇതാ മാഷാ അല്ലാഹ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് നാളായി ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സാധിച്ചത്. അൽഹംദുലില്ലാ. അപ്പോൾ ഇതാ മഖാമിലേക്കുള്ള ഒരു എൻട്രൻസ് ഇങ്ങനെയാണ്. കുറച്ച് നടന്നു അങ്ങോട്ട് പോകാനുണ്ട്. അവിടുത്തെ പള്ളിയാണ് തോന്നുന്നു. അപ്പോൾ അത് കടലിൻ്റെ അടുത്തുള്ളൊരു മഖാമാണിത്. ഒരുപാട് പാറകളൊക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം, നല്ല അടിപൊളിയായിട്ടുള്ളൊരു എനർജി ഒക്കെ കിട്ടുന്ന, എന്താ പറയുക, നല്ലൊരു നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടുന്ന ഒരു പ്ലേസ്. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഉപ്പയും ഉമ്മയും ഞാനും മോളും ഉണ്ട്. അങ്ങനെ കുറച്ചും കൊണ്ട് നടന്ന് അങ്ങോട്ട് പോകാനുണ്ട്. കുറച്ച് ഉള്ളോട്ടാണ് ഈ മഖാം വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം നടന്ന് നമ്മളങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് പോകണം. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല സൗണ്ട്, കാട്ടിനുള്ളിലൊക്കെ ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടിട്ട് ഞങ്ങൾ മഖാമിലെത്തി. അൽഹംദുലില്ലാ. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ ദുആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരുപാട് ആളുകൾ അവരെ ദുആ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഒന്ന് കടലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കി. മോൾക്ക് കടലൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് വീഡിയോസോ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, അവിടെ കയറി. അപ്പോൾ നമ്മൾ നോർമൽ മീൽ തന്നെയാണ് ഓർഡർ ചെയ്ത്. അതിലൊന്ന് ചോറ്, കറി, സാമ്പാറും മീൻകറിയും, ഉപ്പേരി, പപ്പടം, അച്ചാർ, വേറെ എന്തോ ഒരു കറി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉപ്പയും ഉമ്മയും അത് കഴിച്ചു. മോൾക്ക് പിന്നെ ബിരിയാണി മതി പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ബിരിയാണി കൂടി വാങ്ങിക്കൊടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞു കടകൾ കാണുന്നുണ്ട്, കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവിടുന്ന് മോൾക്ക് 2-3 സാധനമൊക്കെ വാങ്ങിക്കൊടുത്തു. അവൾക്ക് പിന്നെ എന്തെങ്കിലും കണ്ടാൽ ഒക്കെ വേണം, പിന്നെ കുട്ടികളല്ലേ. പിന്നെ അതാ ഒരു ടീലോ കുടിച്ചു. പിന്നെ ഒരു ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നു, അത് വാങ്ങി കഴിച്ചു. അപ്പോൾ ഇതിന് വീണ്ടും മഴ പെയ്തപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ കയറി നിന്ന്. അപ്പോൾ മഴ പെയ്യുമ്പോൾ കടൽ കാണാൻ വേറൊരു ഭംഗിയാണല്ലേ, കടലിൽ മഴ പെയ്യുന്ന കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് വണ്ടിയൊക്കെ കിട്ടി. ഞങ്ങൾ ഇനി വീണ്ടും തിരിച്ച് പോവുകയാണ്. അപ്പോൾ ട്രെയിൻ കയറാൻ വന്നിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ കയറാൻ വേണ്ടി പോയത്. അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ട്രെയിന് 4:30-5 മണിക്കാവും എത്താൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറേ ട്രെയിൻ പോകുന്നതൊക്കെ കണ്ട് അവിടെ ഇരുന്നു. നമ്മൾ ട്രെയിൻ എത്തിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രെയിനൊക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ അതിനിടയിൽ മോൾക്ക് ജ്യൂസ് വേണം പറഞ്ഞപ്പോൾ ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചു. കൂടുതൽ ഞാനും കുറച്ച് കുടിച്ചു. നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രെയിൻ വന്നു, അതിൽ കയറി. അങ്ങനത്തെ ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. അങ്ങനെ പിന്നെ ട്രെയിനിൽ നിന്ന് വീണ്ടും വിശന്നപ്പോൾ ഒരു ഉഴുന്ന് വടയും അതിന് കൂടെ ചട്നി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ വീണ്ടും പോവാണ്. അപ്പോൾ അതാ നൈറ്റായി. നമ്മൾ തിരൂർക്ക് എത്തിയപ്പോൾ നല്ല ഇരുടായിരുന്നു. ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നല്ല മഴയുണ്ടായിരുന്നു തിരൂരെത്തിയപ്പോൾ. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബായ്.